ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ 5-6 വർഷം കൊണ്ട് കാത്തിരുന്നൊരു സംഭവം ഇന്ന് നടക്കാൻ പോവാണ്. നിങ്ങൾ ഡേറ്റ് അറിയാലോ, 6/2/2025. സംഭവം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. എന്തായാലും ഞാൻ സംഭവം നടക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ ബൈ. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഞാൻ കോളേജിലെത്തി കേട്ടോ. എൻ്റെ 2 ഫ്രണ്ടും വരുന്നുണ്ട് കൂടെ സിനിമ കാണാൻ വേണ്ടി. ഇനി അവനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വരാം. ഹായ്, അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്. സംഭവം 11 മണിക്കാണ്. 11 മണിയാകുമ്പോഴത്തേന് ഓക്കെ. സംഭവം എന്താ ഞാൻ പറയാവേ, എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടർ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ സിനിമ എന്ന തിയേറ്ററിൽ ഇറങ്ങുവാണ്. അത് കാണാനാണ് ഞാൻ വന്നത്. ഞാൻ 9ാം ക്ലാസ് മുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമ വന്ന തിയേറ്ററിൽ കാണണമെന്ന്. പക്ഷേ ഇതൊന്നും നടന്നിട്ടില്ല. കാരണം ഞാൻ പണ്ടൊന്നും ഒറ്റയ്ക്ക് സിനിമയ്ക്കൊന്നും വരത്തില്ലായിരുന്നു, എന്നെ വിടത്തില്ലായിരുന്നു. അച്ഛനുള്ളപ്പോഴാണ് സിനിമയ്ക്ക്. അപ്പോൾ വർഷത്തിൽ 1-2 സിനിമ കണ്ടാലായി. പക്ഷേ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വിടും. ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ ഒക്കെ ആയാലും സിനിമയ്ക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വന്നേക്കുവാണ് സിനിമ കാണാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, സിനിമ കാണാൻ പോയിട്ട് വരാം. സിനിമ കഴിഞ്ഞ് എനിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ ഭയങ്കര സന്തോഷം. കാരണം ഈ ബിഗ് സ്ക്രീൻ അയ്യോ, എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയത്തില്ല. സിനിമ നൈസായിരുന്നു, സൂപ്പറായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. കൂടെ വന്ന ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. ബട്ട് ബിഗ് സ്ക്രീനിൽ അവനെ കണ്ടപ്പോൾ എൻ്റെ മുഖത്ത് ചിരി മായുന്നില്ല. എന്നാലും ഭയങ്കര സന്തോഷം. അത് എൻഡിങ് നമ്മൾ മോശമാവുമെന്ന് വിചാരിച്ച, പക്ഷെ മോശമായിട്ടില്ല. അവസാനം വന്നിട്ട് കിടിലും ആക്കിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. 6 വർഷത്തിന് ശേഷം നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നടക്കുമ്പം ഉണ്ടാകുന്നൊരു ഹാപ്പിനെസ് ഇതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇത്രയും ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ആ സിനിമ ഈ 2.5 മണിക്കൂർ എൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരി, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കിപ്പം പോലും പറയാൻ പോലും മാറിയിട്ടില്ല.